ഹലോ, രുചി എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് മത്തി പൊരിച്ച് നല്ല നാടൻ മത്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കിഡിലനായിട്ട് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിലെ സ്വന്തം ഷെഫായ നാസിറയാണ്, നാസി ഷാഹുൽ. ഓക്കെ, ഹായ്, ഞാൻ നാസിറ ഷാഹുൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ആ ചെറിയ ബെൽ ബട്ടണിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് മത്തി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നാടൻ മത്തിയാണ്, വലിയ നാടൻ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോനോളാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞു കൊടുക്കുക. നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് മസാല പുരട്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുള്ളൂ. ഒരു 1 കിലോ മത്തി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-12 മത്തിയോളം വരുന്നുണ്ട്. അതിങ്ങനെ വരഞ്ഞെടുത്ത് ക്ലീൻ ചെയ്തതാണ്. സത്യത്തിൽ ഞാൻ നന്നാക്കിയതാണ് മത്തി. അത് വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയുള്ളി ചതച്ചത്, പിന്നെ ഒരു പെരിഞ്ചീരകം 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിച്ചെപ്പും പിന്നെ ചെറുനാരങ്ങ നീരുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് മിക്സ് ചെയ്താലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ വേഗം പാത്രത്തിലോട്ട് ഇട്ടിട്ട്. ഇതിൽ കോഴിമുട്ട ചേർക്കേണ്ടതില്ലേ? ഇല്ല, കോഴിമുട്ട ചേർത്തണ്ട. നമ്മൾ അധികം ചിക്കനിലാണ് ഇടാറുള്ളത്. കോഴിമുട്ട ചേർത്തിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ, ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മസാല മിക്സ് ചെയ്തതിന് ശേഷം മത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മസാല തേച്ച് കൊടുക്കുക. എന്നിട്ട് മാക്സിമം ഒരു 1/2 മണിക്കൂറോളം എടുത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടോ? ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് നേരം വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ പാന് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം മത്തിയിൽ നിന്ന് തന്നെ അതിൻ്റെ നെയ്യ് ഇറങ്ങി വരും. അപ്പോൾ അത്യാവശ്യം നല്ല എണ്ണ അതിൽ തന്നെ വരും. പിന്നെ അപ്പോൾ ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അധികം മത്തിയിൽ യൂസ് ചെയ്യാത്തത് മത്തിയിൽ നെയ്യുള്ളത് കൊണ്ട് മാത്രമൊന്നും അല്ല, വെളിച്ചെണ്ണക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് അല്ലേ ഹാസി? അത് മാത്രമൊന്നുമല്ല, എന്തായാലും മറ്റുള്ള മീനുകളിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ മത്തിയിൽ നന്നായിട്ട് നെയ്യ് ഇറങ്ങി വരുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നന്നായിട്ട് ഒരു ഭാഗം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മറിച്ചിടാം. ആദ്യ കാലത്തൊന്നും നാസിക്ക് മത്തിയൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ മത്തിയൊക്കെ കഴിക്കും കേട്ടോ. അതിനൊരു കാരണമുണ്ട്, ഈ മസാലക്കൂട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ മസാലക്കൂട്ട് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓരോന്ന് മറിച്ചിട്ടിട്ട് ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു സൈഡ് നോക്കൂ, നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 സൈഡും നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് ഓരോ മത്തിയായിട്ട് ഇങ്ങനെ എണ്ണ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. എങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നല്ല മൊരിഞ്ഞ മത്തി, കിടക്കാച്ചി മത്തി റെഡിയാണ്. ഇതും കൂട്ടി ഇങ്ങനെ ചോറ് തിന്നാണ്ടല്ലോ, ചോറ് പോണ വഴി അറിയില്ല. കിക്കിടിലൻ. അപ്പോൾ നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ ലൈക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് രുചി എക്സ്പ്രസ്.